എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പക്ഷെ അവർ എങ്ങനെ ആയെന്നറിയില്ല. ആക്കിയത് തന്നെയാണ്. ആക്കിയത് 100% ഉറപ്പ് അത് ആക്കിയത് തന്നെയാണ്. അപ്പം ആം, ആ പയ്യൻ്റെ അവൻ്റെ അച്ഛനാണെങ്കിൽ ആ പെണ്ണ് നമ്മൾ വെങ്ങാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ജയദേവി എന്നൊക്കെ പറയും. അവൾ നല്ല പഠിക്കുമെന്നപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് എല്ലാം, പക്ഷേ എന്ത് നല്ലതായിട്ട് പോകുന്നത് അറിയാമോ? പക്ഷേ വഴി തെറ്റിച്ച്. അങ്ങനെ അവളാണെങ്കിൽ എനിക്കറിയാം, എൻ്റെ കൂട്ടും കൂടെ ആയിരുന്നു. അന്ന് ഡാൻസിനൊക്കെ പോകണമുണ്ട്. അവൾ ബ്രേക്ക് ഡാൻസൊക്കെയാണ് കളിക്കുന്നത്, സൂപ്പറായിട്ട് കളിക്കും. ഇപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ എവിടെയാണ് ഏതാണെന്നുള്ള ഒരിത് കാണണമെന്നൊക്കെ ഉള്ള ഇത് ആഗ്രഹം. ഇവിടെ ഞാൻ ലാസ്റ്റായിട്ട് കാണുന്നത് പമ്പിൽ വെച്ചിട്ടാണ്, മുട്ടത്തറ വെച്ചിട്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ വെച്ചിട്ട് കണ്ടപ്പോൾ പാവം അവൾക്ക് വയ്യാതായിട്ടാണ്, മാനസികമായിട്ട്. അപ്പം എനിക്ക് അതിലാണ് അത്ഭുതം കേട്ടോ. അവൾക്ക് അത്രയും വൈകിൽ ഷൈനി എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ആര് ഷൈനി എന്ന് വിളിക്കുന്നത്? അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ കാറിനകത്ത് വിളിയിരിക്കുന്നു. കാറിനകത്ത് ഈ പെണ്ണിരിക്കുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എന്താ പറയുക, കാല് കെട്ടി വെച്ചിരിക്കുന്നു. കാല് സുഖമില്ല. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞെല്ലാം അങ്ങനെ തന്നെ, വെളിയിൽ പറഞ്ഞാൽ മാത്രം സുഖമില്ലാതെ. അതേക്കട്ടെ. അപ്പം അങ്ങനെ വന്നപ്പോഴും ഇപ്പം ആ ചെറുക്കന് അത് ഇതായിരിക്കും, അത് ശരിയാവും ഒരു ഇതൊക്കെ കൊടുത്താൽ ശരിയാവുമെന്നാണ് എൻ്റെ ഒരിത്. അപ്പം തള്ളയ്ക്ക് വയ്യ. തള്ളയുടെ കാര്യം എപ്പോഴും പറയും, തള്ളയ്ക്ക് വയ്യ, അമ്മ മരിക്കുമ്പോൾ എന്തിരിക്കും, അമ്മ മരിക്കുമ്പോൾ എന്തിരി എന്നൊക്കെ പെണ്ണ് അന്ന് പറയും. 6ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെടുന്നത് ഒരു 5ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ്, 5, 6 വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ ഇംഗ്ലീഷ് മീഡിയമായിരുന്നു, ഞാൻ മലയാളം. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഇപ്പം അവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ വിഷമം. കാരണം അങ്ങനെയാണ്. എന്ത് നല്ലത് അത് ഞാൻ നന്ദിയോട് കാണിക്കൂല. അവളെ അച്ഛൻ ഈ മറ്റേ CGO കോംപ്ലക്സ് ഇല്ലേ, ഇവിടുത്തെ CGO കോംപ്ലക്സിൽ പട്ടാളമായിരുന്നു. അങ്ങനെ കാല് പോയി, എന്തോ യുദ്ധത്തിൽ എന്തോ കാല് പോയി, വീൽ ചെയറിലാണ് നടക്കുന്നത്. വീൽ ചെയറിലാണ് അങ്ങേര് പോണത്. പക്ഷെ നല്ല സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങേര് എടുക്കാൻ ഇത്ര ഉണ്ടോയെന്ന് അറിയാമോ? വന്ന സമയത്ത് സാറെന്നും പറഞ്ഞത് അങ്ങനെയാണ്. വല്ലതും ഉണ്ടെങ്കിൽ സാറെന്നും പറഞ്ഞു വിട്ട് മാറില്ല. അപ്പോൾ നമ്മളൊക്കെ എന്നാലും എൻ്റെ അടുത്ത് വലിയ കാര്യമായിരുന്നു. ഞാൻ അവിടെയൊക്കെ പോവും. പിന്നെ ഇവിടെ വരണമെന്നും പറഞ്ഞുകൊണ്ട് കളിക്കാനൊക്കെ പോകും ചിലത് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നീടായപ്പോൾ അവൾ ഞാൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ അങ്ങനെയാണ്, ഇതാണ്, നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ മൈൻഡ് വെച്ചില്ല. അങ്ങനെ പിന്നെ എപ്പോഴും വിഷമിച്ചാണ് നടക്കുന്നത് കേട്ടോ. നല്ല ഹാപ്പി ആയിരുന്ന പെണ്ണ് പിന്നീട് അങ്ങ് വിഷമിച്ച് ശോഷിച്ച് അവളെ ഇല്ലാതാക്കി. ഞാൻ ആ നല്ല ഉപദേശമൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അവൾ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞു. പക്ഷേ ഇന്ന് അവരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറുക്കന് ഇങ്ങനെ നടക്കണമുണ്ട്. ചിലവന്മാർ കയറാനും നടക്കണം. എന്തിന് എൻ്റെ അവിടെ കയറാൻ വരണമാരാണ്, എന്തോ എന്നോട് കയറാൻ വരും ഓരോതും പറഞ്ഞിട്ട്. അങ്ങനെ ഈ ചെറുക്കനെ ഏവനെന്തോ അവൻ്റെ കൈ അഴുവി പുഴുക്കണം. പൊങ്കളത്തോടെ ഇട്ട് അവനെ ഇടിച്ചെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. എനിക്ക് അവരൊക്കെ നേരത്തെ സ്റ്റോറി അറിയാണ്ട് എനിക്ക് ഇതുണ്ട്. ഇടിച്ച് അവൻ്റെ കൈ അഴുവി പുഴുക്കണം. ഈ ചെറുക്കനെ എടുത്തിട്ട് വേട്ട തന്നെ കേട്ടാ. എന്നിട്ട് എനിക്ക് ഇത് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്നെ ഇവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. വീട്ടിൽ ആഹാരമൊക്കെ കഴിച്ചാണ്. എനിക്ക് ആ നന്ദിയുണ്ട്. പക്ഷേ അവരിപ്പോഴിങ്ങനെ ആയപ്പോൾ എങ്ങനെ ആയെന്ന് അറിഞ്ഞൂടെ. എനിക്ക് നല്ല വിഷമമാണ് കേട്ടോ. ആ അച്ഛൻ പട്ടാളത്തിലാണ്, ഇവിടെ സീരിയലിൽ താമസിച്ചിരുന്നത് തന്നെ. പിന്നെ ഈ തള്ളയ്ക്ക് തന്നെ ഇതില്ല. അത് ഞാൻ അവരെ പറയുള്ളൂ കേട്ടോ. അവർ അന്ന് നല്ല സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവൂലായിരുന്നെന്നാണ് എൻ്റെ ഒരിത്. പിന്നെ എന്താ പറയുക, എനിക്ക് അവളെ കാണണമെന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്തും കണ്ട് ഞാൻ എപ്പോഴും കാണും. ഞാൻ പറയും എവിടെ ചെന്നാലും കാണൂല്ലടേ എന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെ ചെന്നാലും കാണും കേട്ടാവേ. അങ്ങനെ
എന്നുവെച്ചാൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം തന്നെ വരുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് അന്നത്തെ കാര്യമാണ്. അവരെങ്ങനെ ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്ത് നല്ല രീതിയിൽ പോയ ആൾക്കാരെന്നറിയാമോ. എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ആ ഒരു വിഷമം. അങ്ങനെ എന്തിനാണ് കാര്യം എന്തിനാണ് നമ്മൾ കാണിക്കണം അറിഞ്ഞുകൂടി. അതൊക്കെ തന്നെ. പിന്നെ അവർ ഒരു ഇതായിരുന്നെങ്കിൽ ഇത്ര ആവില്ലെന്ന് എനിക്ക് നല്ല സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവരവരുടെ കാര്യം അത് വല്ല ഉണ്ടെങ്കിൽ പറ്റി പിടിക്കാൻ കുറയണം വരുമല്ലോ. അങ്ങനെ എനിക്ക് അവളെ കാണണം ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇപ്പം എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ഉള്ളവരെ ഉണ്ട്. അതൊക്കെ ഒരു കാലമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ അവരുടെ വീട്ടിൽ പോകും. അവിടുന്ന് ആഹാരമൊക്കെ കഴിക്കും. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവൾ ഇവിടെ ഈ എന്തോന്നോ ഇതൊക്കെ അന്ന് ഞാൻ ഡാൻസിനൊക്കെ പോകണോണ്ട് ഈ മുഖത്തൊക്കെ തേക്കണ അമ്മ എനിക്ക് വാങ്ങിച്ചു തരും കേട്ടോ. അപ്പോൾ അവൾ എന്തോ ഇവിടെ അത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നപ്പം അവനല്ല എന്ന് എനിക്കറിയാം. ഇല്ല മോശമായിട്ട് പെരുമാറി. പക്ഷെ ഇപ്പോഴും അല്ലായിരുന്നെങ്കിൽ മോശമായിട്ട് പെരുമാറി. അവൾ എൻ്റെ അടുത്ത് ആ സംഭവം അവൾ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ഒരു ഇടത്തരം കിട്ടിയ എല്ലാ കൂട്ടങ്ങളാണ്. കിട്ടും അതിൻ്റെ എല്ലാം കിട്ടാതൊന്നും പോവില്ല. നമ്മുടെ അടുത്ത് കാണിക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ. എന്നോട് അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ സഹോദരനോട് ഭയങ്കര കയറലാണ്. അങ്ങോട്ട് കിട്ടുമ്പോൾ ഉറത്തലും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ കൂടെ അതുപോലെ തന്നെ എല്ലാം എൻ്റെ കൂടെ കയറാൻ വന്നാൽ ഞാൻ ഉണ്ടാവുകയില്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ കയറിയതും എല്ലാം എനിക്കറിയാം. എൻ്റെ അച്ഛനെ ആക്കിയതല്ല ഈ അലവിലാദികളല്ല, ദുഷ്ടജാതികൾ. ഇതെല്ലാം അനുഭവിച്ചിട്ട് എന്നെ ഭൂമിയിൽ നിന്ന് മടങ്ങാവും. ഇനി ഇതിൻ്റെയൊക്കെ പിക്കാലങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഇപ്പം എല്ലാം ചാമുണ്ടി കയറിയിരിക്കണം.